ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊക്കെ വിചാരിച്ചത് വലിയൊരു തല്ല് നടക്കുന്ന, പക്ഷേ യോവോൺ അതിനേക്കാളിലും വലിയൊരു പ്ലാനിലാണ് ഇപ്പോൾ. ശത്രുക്കളെ തോൽപ്പിക്കണമെങ്കിൽ വെറും മസിൽ പവർ മാത്രം പോരാ, ബുദ്ധി കൂടി വേണമെന്നുള്ളത് ഓന് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് ഓന് നേരെ വിട്ടത് ഡെമോണിക് കൾട്ടിൻ്റെ ലൈബ്രറിക്കാണ്. സാധാരണക്കാർ വർഷങ്ങളെടുത്ത് പഠിക്കുന്ന വിദ്യ നമ്മുടെ യോവോണാണെങ്കിൽ നാനോ മെഷീൻ വെച്ച് എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് അടിച്ചു മാറ്റുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. പുസ്തകം വായിക്കാൻ മടിയുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വേണ്ട, നമ്മളെപ്പോലത്തെ നിങ്ങളെ പറയുന്നില്ല, ഞാൻ ഇന്നറ്റൊക്കെ പറയാം. പുസ്തകം വായിക്കാൻ മടിയുള്ള ഇന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു നാനോ മെഷീൻ കിട്ടുകയാണെങ്കിൽ അതൊരു സ്വർഗ്ഗമാണ്. അവിടുത്തെ ലൈബ്രറിയനെ വരെ ഞെട്ടിച്ച യോവോൻ്റെ സ്കാനിങ് പരിപാടി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വേഗം വാ, നമുക്ക് കഥയിലോട്ട് പോകാം. അപ്പോൾ സീൻ തുടങ്ങുമ്പോൾ തന്നെ അക്കാഡമിത്തെ ഡെപ്യൂട്ടി ഓഫീസാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെ പ്രൊഫസർമാരും റൈറ്റ് ഗാർഡിയനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാ സാർ, ഈ എക്സാമിൽ തോറ്റ ഗ്രൂപ്പ് 5 സ്റ്റുഡൻസിൻ്റെ മാർക്കും മറ്റു വിവരങ്ങളും ഒക്കെ. ഇപ്പോൾ എക്സാമിനൊക്കെ കുറേ കുട്ടികൾ തോക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ച് ഹയർ റാങ്കിങ് സെക്ടത്തെ കുട്ടികളെയാണോ? അവരൊക്കെ ഓൾറെഡി വാരിയർ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു ആവറേജ് വാരിയേഴ്സ് ആവാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരൊന്നും ഇത് ബാധിക്കൂല. പക്ഷേ ഞാൻ പറയണ ഉയർന്ന സെക്ടത്തെ കുട്ടികളെക്കുറിച്ചാണ്. അവരുടെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാനൊക്കെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടുണ്ടാവും. ഇതൊരു ഗ്രൂപ്പ് എക്സാമിനേഷൻ അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സാം ആയിരുന്നെങ്കിൽ അവരൊക്കെ ഇപ്പോൾ തേർഡ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഈ അക്കാഡമി ഉണ്ടാക്കിയപ്പോൾ ഉള്ള റൂൾസാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ നമുക്കിതൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാനാ സാർ? നമുക്ക് വേറെ വഴിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവരുടെ സ്കോറിനനുസരിച്ചുള്ള പൊസിഷനും ഡ്യൂട്ടിയെങ്കിലും റീവാലുവേറ്റ് ചെയ്ത് കൊടുത്തില്ലേ? ഹയർ റാങ്കിങ് സെക്ടത്തെ കുട്ടികളൊക്കെ അവരുടെ ഫാമിലിത്തെ മാർഷൽ ആർട്സ് ടെക്നിക്കൊക്കെ വളർന്നു വരുമ്പോൾ തന്നെ പഠിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ലോവർ റാങ്കിങ് സെക്ടത്തെ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം. അവർക്ക് ഡിമോണിക് ഡ്രാഗൺ മാർബിൾ കിട്ടാനും മാനുവൽ ലൈബ്രറിക്ക് കയറാനുള്ള അവസരമാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. എന്തായാലും ഈ രണ്ടാമത്തെ പരീക്ഷയിൽ ജയിച്ച എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ ലൈബ്രറിയിൽ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാവും. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിത്തെ മാനുവൽ ലൈബ്രറിയാണ്. ഓ, ഇതാണല്ലേ മാനുവൽ ലൈബ്രറി. മെയിൻ ഹാളിനേക്കാളിലും ഭയങ്കര ഗ്രാൻഡാണല്ലോ ഈ ബിൽഡിങ്. ഞാൻ ഇൻഫർമറിയിലായിരുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയതാ. അപ്പോൾ അവരെന്തായാലും ഇനി നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ടാവും പോവുക. പിന്നെ നമ്മൾ കാണിക്കുന്ന പണ്ട് യോവോൺ ഇൻഫർമറിയിലാവുമ്പോൾ സർ സിയോപ് മാങ് അവനെ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. നിന്റെ സെക്കൻഡ് എക്സാമിനേഷൻ വരെ നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കരുത്. നിന്റെ എനർജി മുഴുവനായിട്ടും ഡാൻസിങ് സ്പ്രിംഗ് ടെക്നിക്കും ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കും വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ ആ പരീക്ഷയിൽ ജയിക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നിങ്ങൾ പറയണത് ഞാൻ വേറെ ഒന്നും ചെയ്യേണ്ടെന്നാണോ? മാനുവൽ ലൈബ്രറിയിലോട്ട് പോലും പോകണ്ടെന്നാണോ? അതെ, ശരിക്കും പറഞ്ഞാൽ നീ എന്നോടിപ്പോൾ നന്ദി പറയേണ്ടതാ. കാരണം ഇപ്പോൾ തന്നെ നീ നാലാമത്തെയും അഞ്ചാമത്തെയും ഫ്ലോറിലുള്ള മാർഷൽ ആർട്സ് ടെക്നിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫ്ലോർ പോകാനുള്ള എൻ്റെ അവസരം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നീ അതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ നിന്നെ പഠിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിലല്ലോ ഒന്നുമല്ല. അതൊക്കെയാണ് സർ സിയോപ് മാങ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ജ്ഞാനമുണ്ടല്ലോ. എനിക്ക് കഴിയുന്നത്ര ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും പോയി ഞാൻ സ്കാൻ ചെയ്യട്ടെ. പിന്നെ നമ്മളെ കാണിക്കണ മാനുവൽ ലൈബ്രറിയത്തെ ഫസ്റ്റ് ഫ്ലോറാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ട് ഞാൻ മാത്രമുള്ളൂ ഇപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ എനിക്കാകെ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യണം. ഞാൻ ഈ ബുക്കുകളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ച് കാണിച്ചു തരാം. നീ അത് സ്കാൻ ചെയ്യാൻ മറക്കല്ലേ? യെസ് മാസ്റ്റർ. പിന്നീട് നമ്മൾ കാണിക്കണ നമ്മുടെ യോവൂണാണെങ്കിൽ ആ ലൈബ്രറിയിലത്തെ ഫസ്റ്റ് ഫ്ലോർ ഓടി നടന്ന് എല്ലാ പുസ്തകങ്ങളും മൊത്തം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒക്കെ ജസ്റ്റ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറിച്ച് ഇതാക്കുകയാണ്. ഞാനോ ആണെങ്കിൽ അത്ര സ്പീഡിൽ ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി എത്ര സമയമുണ്ട് എനിക്ക് ബാക്കി? നിങ്ങൾക്ക് ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. ഇത്രയും നേരം കൊണ്ട് എത്ര മാനുവൽസ് നീ സ്കാൻ ചെയ്തു? ഞാൻ 55 മാനുവൽസ് സ്കാൻ ചെയ്തു. അതിൽ ഫുട് വർക്ക്, ബ്രീത്തിങ് ടെക്നിക്സ്, സ്വാഡ് ടെക്നിക്സ് എക്സെട്ര അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ തന്നെ അതൊന്നും എൻ്റെ ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യല്ലേ? യെസ് മാസ്റ്റർ. ഞാൻ ഇത്രയും നേരം എടുത്ത് നോക്കിയതൊക്കെ ജസ്റ്റ് പുറത്തുള്ളതാണെന്ന് തോന്നുന്നത്.
ഇനി കുറച്ച് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. പിന്നീട് നമ്മൾ കാണിക്കണത് ലൈബ്രറിയുടെ ഒത്ത നടുക്കായിട്ടൊരു ഹെഡ് സ്റ്റോൺ ഇരിക്കുന്നതാ. അതിൻ്റെ അടുത്തായിട്ടൊരു വാരിയറും ഇരിക്കുന്നുണ്ട്. ഇയാളെ കണ്ടിട്ട് ഒരു ഹൈലി സ്കിൽഡ് വാരിയറായിട്ട് തോന്നുന്നുണ്ട്. മേ ബി ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻചാർജ് അദ്ദേഹമായിരിക്കും. ആ, അതെന്തേലും ആവട്ടെ. ഈ ലൈബ്രറിയുടെ നടുക്കായിട്ട് എന്താ ഇത്രയും വലിയൊരു ഹെഡ് സ്റ്റോണ്? ഇത് നമ്മുടെ കൾട്ടിൻ്റെ ഫൗണ്ടറായ നമ്മുടെ ഡിമോണിക് ലോഡാണ് ഇവിടെ വെച്ചത്. ഏ, ഡിമോണിക് ലോഡോ? അദ്ദേഹം അതെല്ലാം ഒരു സഫയർ സ്റ്റോണിൽ എഴുതി വെച്ചു. ഇത് കണ്ടിട്ട് ഒരു പോയം പോലെ ഉണ്ടല്ലോ. അല്ല, അയ്യോ, ഇത് ഡിമോണിക് ലോഡ് അദ്ദേഹത്തിൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയതാണോ? ഷോക്കായല്ലേ? ഇന്റേണൽ പവറും സ്റ്റഡി ബ്ലേഡും ഉണ്ടെങ്കിൽ പോലും ഈ സഫയർ സ്റ്റോണിലൊരു സ്ക്രാച്ച് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഡിമോണിക് ലോഡാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്റേണൽ പവേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ വിരലുകളിലേക്ക് എത്തിച്ചിട്ട് ചെയ്തതാണ് ഇതൊക്കെ. അധികമുള്ള എല്ലാ സ്റ്റുഡൻസും ഈ കല്ലിലേക്കൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാനുവൽസ് വായിക്കണ തിരക്കിലായിരിക്കും. പക്ഷേ നിനക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഗ്രേറ്റ്നെസ്സിൻ്റെ ബ്ലഡല്ലേ നിന്റെ ശരീരത്തിലൂടെ പോണത്. പക്ഷെ ഞാനും ഇത് ശ്രദ്ധിക്കാതെ കടന്നു പോയേനെ. അത് കോമണാ. നിന്റെ മുൻഗാമികൾ എഴുതി വെച്ച ഗ്രേറ്റ് പോയംസ് ആണ് ഇതെങ്കിലും ഇവിടെ ടൺ കണക്കിന് മാർഷൽ ആർട്സിൻ്റെ മാനുവൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാതെ ആരെങ്കിലും ഇതിനു വേണ്ടിയിട്ടൊക്കെ ടൈം കളയുമോ? ഞാൻ 20 വർഷമായി ഇവിടെ ഗോഡായിട്ട് നിൽക്കണു. ഇന്നേ വരെ ഡിമോണിക് ബ്ലഡ് ലൈനിലുള്ള ഒരു പിൻതലമുറക്കാരും ഈ കല്ലിൽ നോക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിട്ടേ ഇല്ല. ആ, എന്തായാലും ഞാൻ നിന്റെ സമയം ഒരുപാട് എടുത്തു എന്ന് തോന്നുന്നു. നീ പോയി നിനക്ക് എന്തെങ്കിലും ജോലി തീർക്കണ്ടെങ്കിൽ പോയി തീർത്തോ. യെസ് സാർ. അല്ല, ഇതെന്താ ഈ കല്ലിൻ്റെ മറുവശത്തൊരു ലോങ് ഷാർപ്പ് മാർക്ക്? ഇത് കണ്ടിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ കവർ ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെ ഉണ്ടല്ലോ. ഞാനോ ആ മാർക്കൊന്ന് അനലൈസ് ചെയ്തേ. അനലൈസിങ് ദ സ്റ്റോൺ സർഫേസ്. അനലൈസ് കംപ്ലീറ്റ്. എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഇതൊരു ഷാർപ്പ് സോഡ് കൊണ്ട് ഉണ്ടാക്കിയ മാർക്കാണ്. ഈ മാർക്സൊക്കെ ഒരു സോഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നോ? നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ ഹെഡ് സ്റ്റോണിൽ ഇതൊക്കെ ചെയ്യാൻ മാത്രം ആർക്കിപ്പോൾ ഇവിടെ ധൈര്യമുള്ളത്? ഞാൻ ആ മാർക്സ് ഒന്നുകൂടി ഡെപ്തായിട്ട് അനലൈസ് ചെയ്തു. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് 2 ഡിഫറെൻ്റ് ഒബ്ജക്റ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയ മാർക്കാണ്. ഓ, അപ്പോൾ 2 വ്യത്യസ്ത ആൾക്കാരാണ് ഇത് ചെയ്തതല്ലേ? ഞാനോ ഈ ബ്ലേഡ് മാർക്സൊക്കെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലൊരു 3D ഫോമിൽ എനിക്കൊന്ന് കാണിച്ചു തന്നേ. ഓ, ഇപ്പോൾ എനിക്കത് ഒന്നുകൂടി ഡെപ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 സ്വാഡ് മാർക്കിൻ്റെയും പവറും ആംഗിളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണല്ലോ. ഒറ്റ നോട്ടത്തിൽ ഇത് 2 വ്യത്യസ്ത ആൾക്കാരുണ്ടാക്കിയ മാർക്കാണെന്ന് പറയാൻ കഴിയില്ല. അല്ല, ഒരു മിനിറ്റ്. ഇത് കണ്ടിട്ട് രണ്ടാമത്തെ ആളുടെ മാർക്ക് ആദ്യത്തെ ആളുടെ മാർക്കിൻ്റെ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇതിലൂടെ അവരെന്തെങ്കിലും മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ഞാനോ ഇതിൽ ഏത് മാർക്ക് ഏതാളുടെ എന്ന് പറയാൻ നിനക്ക് കഴിയില്ലേ? ഇതിൽ രണ്ടാമത്തെ ആളുടെ മാർക്സ് ഒന്ന് എറേസ് ചെയ്തിട്ട് ആദ്യത്തെ ആളുടെ മാത്രം ഒന്ന് കാണിച്ചേ. യെസ് മാസ്റ്റർ. പിന്നെ ഞാനോ അതൊക്കെ എറേസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് യോവോൺ ശരിക്കും ഞെട്ടിയത്. ഇതൊരു റാൻഡം സ്ലാഷ് അല്ലല്ലോ. ഇതാരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ട്. ഓ, ഇതൊരു കോഡിഫൈഡ് സ്വാഡ് ഫൈറ്റിംഗ് ഫോമാണ്. പക്ഷേ ജസ്റ്റ് ഈ ഒരു അടയാളം കണ്ടുകൊണ്ട് മാത്രം ഇത് ഏത് ഫോമാണെന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. മാർഷൽ ആർട്സിൻ്റെ നോളജ് വെച്ച് നോക്കുമ്പോൾ ഇനിയും കുറേ എനിക്ക് മുന്നോട്ട് പോകേണ്ടെന്ന് തോന്നുന്നു. ഞാനോ ഈ സ്വാഡ് മാർക്സ് യൂസ് ചെയ്തിട്ട് ഈ കോഡിഫൈഡ് സ്വാഡ് ഫൈറ്റിംഗ് ഫോം ഒന്ന് നിനക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ അതിനു മുമ്പ് ഈ കല്ലിൻ്റെ ഹാർഡ്നെസ് എനിക്ക് അറിയണം. എങ്കിലേ ഈ സ്ലാഷൊക്കെ എത്രത്തോളം സ്ട്രെങ്ത്തിലാണ് ഇതിൽ പതിഞ്ഞിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹാർഡ്നെസ് അറിയണമെന്നോ? അതിപ്പോൾ എങ്ങനെയപ്പോൾ ടെസ്റ്റ് ചെയ്യുക? ഇതിനോട് പൊട്ടിക്കാനൊന്നുമല്ലല്ലോ ഞാനോ പറയണത്. ഞാൻ വിചാരിച്ചു നീ കൂടുതൽ മാനുവൽസ് വായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവുമെന്ന്. ഓ, അപ്പം നീ ഈ കല്ലിൻ്റെ ബാക്ക് സൈഡത്തെ അടയാളങ്ങളും കണ്ടുപിടിച്ചുല്ലേ? പണ്ടൊരു റൂമേഴ്സ് ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നു. നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ വിസ്ഡം ഓഫ് സ്വാഡ് ടെക്നിക്കാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ എനിക്കറിയില്ല ഇതാരാ ചെയ്തതെന്ന്. പക്ഷേ എന്തായാലും ഈ കല്ലിൻ്റെ ബാക്ക് സൈഡ് മൊത്തത്തിൽ നശിപ്പിച്ചു വെച്ചിരുന്നു അവർ. ചിലപ്പോൾ നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ വിസ്ഡം അവരെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് നടത്തിയൊരു അറ്റംപ്റ്റ് ആയിരിക്കാം ഇത്. ഞാൻ പോട്ടെ, എനിക്ക് റൂട്ടീൻ പെട്രോൾ ഉണ്ട്.
നീ ഇവിടെ നിന്ന് ബാക്കിയുള്ളതൊക്കെ നോക്കിക്കോ. ഭാഗ്യം, ഗാർഡ് എന്തായാലും പോവുക. നിങ്ങളുടെ പാം മുഴുവനായിട്ടും ആ സഫയർ സ്റ്റോണിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കല്ലിൻ്റെ ഹാർഡ്നെസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ നാനോ ആ കല്ലിൻ്റെ ഹാർഡ്നെസ് ഒക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പേഴ്സണിൻ്റെ മാർക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഈ കല്ലിലുള്ളത്? എൻ്റെ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു വിഷ്വൽ റെഫറൻസ് റീക്രിയേറ്റ് ചെയ്യാം. അല്ല, നീ ആരാ? മ്യൂച്വൽ കോൺവെർസേഷൻ ഈ ഫീച്ചറിൽ സപ്പോർട്ട് ചെയ്യില്ല. ഞാനോ, നീ എന്നെ വിട്ടു പോവുകയാണോ? സ്വാഡ് മാർക്ക് റീക്രിയേഷൻ ചെയ്യുന്നു. പിന്നെ നോക്കുമ്പോൾ ആ അവതാറ് ആ മാർക്സൊക്കെ എങ്ങനെ വന്നെന്നുള്ളത് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ഞാനോ, ഇത് ജസ്റ്റ് ഒരു കോഡിഫൈഡ് സ്വാഡ് ഫൈറ്റിംഗ് ഫോം മാത്രമാണോ? ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഇതിലുള്ള ഓരോ മൂമെൻറ്റ്സും അടുത്തതിലോട്ട് കണക്ട് ചെയ്തിട്ടാണ്. അതെങ്ങനെ? പക്ഷേ കോംപ്ലിക്കേറ്റഡ് ബട്ടർഫ്ലൈ ഡാൻസിങ് ടെക്നിക്ക് ആകെ 8 ഫോമിലുള്ള യൂസ് ചെയ്യുക. പക്ഷേ നമ്മുടെ സർ സിയോബ് മാങ്ങിന് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പകുതി വർഷമെടുത്തു. ഇത് ഇത് ഇൻകമ്പയറബിൾ ആണല്ലോ. ഈ ഒരു അതർ വേൾഡ് പവർ ഒരുത്തനെ കൊണ്ടും തടയാൻ കഴിയില്ല. ഈ ലൈബ്രറിയിലത്തെ ഫസ്റ്റ് ഫ്ലോറിന് ഞാൻ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഇതൊരു ഗോൾഡൻ ഫൈൻ തന്നെയാണ്. ഞാനോ, ഈ ഫൈറ്റിംഗ് ഫോമൊക്കെ സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഞാൻ പറയുമ്പോൾ പിന്നീട് എൻ്റെ ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. യെസ് മാസ്റ്റർ. ഈ ഒരു മെസ്സി സ്വാഡ് മാർക്ക് കൊണ്ട് ഈ ഒരു നോളജേ എനിക്ക് മിസ്സായി പോയേനെ. ആരാവും ഇതൊക്കെ ഒരു ബാഡ് ഇൻറ്റൻഷനോടെ ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും ഇനി ഈ സ്വാഡ് ഫൈറ്റിംഗ് ഫോമൊക്കെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ കഴിയും. നേരത്തെ എറൈസ് ചെയ്ത സെക്കൻഡ് ഒബ്ജക്റ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് 45 സ്വാഡ് ഫൈറ്റിംഗ് ഫോം കണ്ടെത്താൻ കഴിഞ്ഞു. എന്ത്? അപ്പോൾ ഇതൊക്കെ ആ ഒറിജിനൽ മാർക്കിനെ മറക്കാൻ വേണ്ടി ചെയ്തല്ലേ? ഇതൊരു സ്വാഡ് ഫൈറ്റിംഗ് ഫോം ആണോ? ആ 45 ഫോംസും ഒന്ന് ഓർഡറിൽ റീക്രിയേറ്റ് ചെയ്തേ. യെസ് മാസ്റ്റർ. പിന്നെ നാനോ ആ ഫൈറ്റിംഗ് ഫോംസൊക്കെ ഓർഡറിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഈ ഫോംസൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ മികച്ചതായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിഷ്വൽ റെഫറൻസ് കഴിഞ്ഞു. നാനോ, ആ ആദ്യം സേവ് ചെയ്ത് വെച്ച ഫൈറ്റിംഗ് ഫോം ഇപ്പോഴത്തെ ഈ 45ാമത്തെ ഫോമിൻ്റെ ഒപ്പം ബാറ്റിൽ ചെയ്യാൻ നിനക്ക് കാണണം. നിനക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നീട് നമ്മൾ കാണിക്കുന്ന ആ 2 അവതാറുകളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അല്ല, ആ രണ്ടാമത്തേത് ആദ്യത്തിനെ തോൽപ്പിച്ചോ? ഞാൻ വിചാരിച്ചത് ആദ്യത്തേതാണ് പെർഫെക്റ്റ് എന്നാ. പക്ഷേ ആ രണ്ടാമത്തെ അവതാർ ഒരു ഡിഫറെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ജയിച്ചല്ലോ. അപ്പോൾ ആ രണ്ടാമത്തെ മാർക്കൊക്കെ ആദ്യത്തെ മാർക്കിനെ എറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ആദ്യത്തെ മാർക്കിനെ എങ്ങനെ തോൽപ്പിക്കാന്നുള്ള ഒരു റിസർച്ചാണതൊക്കെ. സാർ, ഒന്ന് നിൽക്കൂ, ഒരു കാര്യം ചോദിക്കാണ്ട്. ഈ സഫയർ സ്റ്റോണ് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ? എനിക്ക് അത്ര ഉറപ്പില്ല. ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഓരോന്നും ഓരോ ഫ്ലോറിലും ഉണ്ട് പറഞ്ഞിട്ട്. ഓ, പെർഫെക്റ്റ്. ഞാനോ, റെഡി ആയിക്കോ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുക. പിന്നീട് നമ്മൾ കാണിക്കണ ലൈബ്രറിയുടെ സെക്കൻഡ് ഫ്ലോറാണ്. അവിടെ ഇരുന്നിട്ട് എല്ലാ സ്റ്റുഡൻസും മാനുവൽസ് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുക. ഇത്ര നേരമായിട്ടും ഇവരുടെ ആദ്യം തീർന്നില്ലേ? ആ, എന്തേലും ആവട്ടെ. ഫസ്റ്റ് ഫ്ലോറിൽ 2 മണിക്കൂറാണ് കിട്ടണമെങ്കിൽ ഈ ഫ്ലോറിൽ 3 മണിക്കൂർ കിട്ടും. അത് മതി നമുക്ക്. അല്ല, ആയിരിക്കുന്നത് സൈബർ സെക്ടത്തെ യൂച്ചാൻ ചിയോണല്ലേ? മൈനർ പ്രിസ്റ്റോഡിന് മത്സരിക്കണ മറ്റ് യങ് മാസ്റ്റേഴ്സിൻ്റെ പറച്ചിലാണെങ്കിൽ അവരുടെ സെക്ടത്തെ പഠിപ്പിക്കൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാലുകുത്തേണ്ട ആവശ്യമേ ഇല്ലാന്നാ. ഇവനെന്തായാലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുത്തനാ. ലോവർ ലെവലിലെ മാർഷൽ ആർട്സ് വരെ അവൻ വായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് എന്തായാലും ഞാനൊരു എക്സ്ട്രാ കെയർഫുള്ളായിട്ടിരിക്കണം. ആ, ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. എനിക്കറിയായിരുന്നു ഇതിൻ്റെ ബാക്കിൽ സ്വാഡ് മാർക്സ് ഒക്കെ ഉണ്ടാവുമെന്ന്. ഞാനോ, ഫസ്റ്റ് ഫ്ലോറത്തെ സ്റ്റോണ് സ്കാൻ ചെയ്ത പോലെ ഇതും സ്കാൻ ചെയ്യേ. ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റോണിന് സിമിലർ ആയിട്ടുള്ള സ്വാഡ് മാർക്സ് ഒക്കെ എനിക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ സ്വാഡ് മാർക്സ് 24 ഫോംസ് വെച്ചിട്ടുള്ളതാ. പക്ഷേ രണ്ടാമത്തെ സ്വാഡ് മാർക്സ് 56 ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 56ഓ? ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റോണിലേറെ കൂടുതൽ റിസർച്ച് ഇവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഫൈറ്റിംഗ് ഫോമിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കിതൊന്ന് നോക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാനോ, ഇപ്പോൾ തൽക്കാലത്തിന് ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്ക്. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ഞാൻ ഇപ്പം തന്നെ 4 ഡിഫറെൻറ്റ് ഇൻവാല്യുവബിൾ ഫൈറ്റിംഗ് ഫോംസ് ഒക്കെ പഠിച്ചു എന്നുള്ള കാര്യം. എനിക്കാണെങ്കിൽ തീരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇത് പെട്ടെന്ന് തന്നെ എൻ്റെ ബ്രെയിനിലോട്ടും ബോഡിയിലോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ നമ്മുടെ യോവണാണെങ്കിൽ
എന്തിനെങ്കിലും റോബോട്ട് ബുക്ക് മറിച്ച് നോക്കി മെമ്മറൈസ് ചെയ്യണ പോലെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണ് ഈ മറ്റുള്ള കുട്ടികളൊക്കെ അന്തം വിടാൻ തുടങ്ങി. എന്താ അവൻ ചെയ്തുകൊണ്ട് നിൽക്കണേ? ഇവിടെ ഇത്രയും ഫോക്കസ് ചെയ്തിരുന്നിട്ടും തൽക്കാലത്തിനൊന്നും മെമ്മറൈസ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റണുള്ളൂ. അവനെന്താ ഇതിലെ മാനുവൽസൊക്കെ ഫ്ലിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാക്കുകയാണോ? അവനെ വിട്ടേക്ക്, ജസ്റ്റ് ഫോക്കസ്. ആ മണ്ടനെ ആലോചിച്ച് നീ സമയം കളയണ്ട. നമുക്ക് ആകെ 1 മണിക്കൂറേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെ ഫൈനലി യോവുൺ എല്ലാ മാനുവൽസും എടുത്തു. സ്കാൻ കംപ്ലീറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തൽക്കാലത്തിന് നിർത്തുകയാണ്. അപ്പോൾ ആ ലൈബ്രറിയിലത്തെ പ്രധാനപ്പെട്ട എല്ലാ ടെക്നിക്കും ഇപ്പോൾ യോവുൻ്റെ തലയിലുണ്ട്. ഇത്രയും അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടുമോ? ഇനി വരാൻ പോണ ഫൈറ്റുകളിലൊക്കെ അവൻ പുറത്തെടുക്കാൻ പോകുന്നത് ഈ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ടെക്നിക്കായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ പഠിച്ച ടെക്നിക്കൊക്കെ വെച്ച് ഓന് ആരെയാണ് പഞ്ഞിക്കിടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. യോവൻ്റെ ഈ കോപ്പിയടി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.